ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ ന്യൂ BPSC. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ദ്രൗപദി മുർമു ആണ്. സോ ദ്രൗപദി മുർമു നമ്മളുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. 1958 ജൂൺ 20 ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ദ്രൗപദി മുർമുവിൻ്റെ ജനനം. അപ്പോൾ 1958 ജൂൺ 20 ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ദ്രൗപദി മുർമുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമു സന്താൾ ഗോത്രവർഗ കുടുംബത്തിലായിരുന്നു ജനിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ സന്താൾ ഗോത്രവർഗം. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം 15ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഒഡീഷയിലായിരുന്നു ജനനം, അതും മയൂർഭഞ്ച് ജില്ലയിലായിരുന്നു. പിന്നെ സന്താൾ ഗോത്രവർഗത്തിലായിരുന്നു. ഇനി ദ്രൗപദി മുർമുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 1997 റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായിരുന്നു. അപ്പോൾ റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായിരുന്നു. അതോടൊപ്പം തന്നെ 2000 മുതൽ 2004 വരെ ഒഡീഷയിലെ നിയമസഭാ അംഗമായിരുന്നു. നിയമസഭാ അംഗം മാത്രമല്ല, മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 4 വിഷയങ്ങളിലായിരുന്നു, 4 വകുപ്പുകളിലായിരുന്നു. വാണിജ്യം, ഗതാഗതം, ഫിഷറീസും മൃഗവിഭവ വികസന വകുപ്പ്. അപ്പോൾ വാണിജ്യം, ഗതാഗതവും ഫിഷറീസും മൃഗവിഭവ വികസന വകുപ്പ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിലെ ഒരു കൗൺസിലറായിരുന്നു, പിന്നെ ഒഡീഷയിലെ MLA ആയിരുന്നു, മാത്രമല്ല മന്ത്രിയായിരുന്നു. 4 വകുപ്പുണ്ടായിരുന്നു. വാണിജ്യവും ഗതാഗതവും ഫിഷറീസും മൃഗവിഭവ വികസന വകുപ്പും ഉണ്ടായിരുന്നു. മാത്രമല്ല 2007 മികച്ച നിയമസഭാ അംഗത്തിനുള്ള പണ്ഡിറ്റ് നീലകണ്ഠദാസ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ്രൗപദി മുർമുവിനെ പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഒഡീഷയിലായിരുന്നു, മയൂർഭഞ്ച് ജില്ലയിലായിരുന്നു ജനനം. ഗോത്ര വിഭാഗമായിട്ടുള്ള സന്താൽ വിഭാഗത്തിലായിരുന്നു ജനനം. പിന്നെ രാഷ്ട്രീയ ജീവിതം ആലോചിക്കുമ്പോഴത്തേക്കും റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായിരുന്നു. ഒഡീഷയിലെ നിയമസഭാ അംഗമായിരുന്നു. 4 വകുപ്പിലെ മന്ത്രി കൂടിയായിരുന്നു. വാണിജ്യവും ഗതാഗതവും ഫിഷറീസും മൃഗവിഭവ വികസന വകുപ്പും. മാത്രമല്ല 2007 വന്നിട്ട് മികച്ച നിയമസഭാ അംഗത്തിനുള്ള പണ്ഡിറ്റ് നീലകണ്ഠദാസ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആലോചിക്കേണ്ട കാര്യം, ഗവർണർ, നമുക്കറിയാം ഗവർണർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഗവർണർ പദവിയിൽ 2015 മുതൽ 2021 വരെ, 2015 മുതൽ 2021 വരെയാണ് ഗവർണർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതും എവിടെയായിരുന്നു? ജാർഖണ്ഡിലെ 9ാമത്തെ ഗവർണറാണ്. അപ്പോൾ ജാർഖണ്ഡിലെ 9ാമത്തെ ഗവർണറായിട്ട് 2015 മുതൽ 2021 വരെ പദവിയിലുണ്ടായിരുന്നു. മാത്രമല്ല എന്തായിരുന്നു, ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ ആലോചിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ഗോത്രവർഗ വനിത ഒരു ഗവർണറായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ഗോത്രവർഗ വനിത ഒരു ഇന്ത്യൻ ഗവർണറായിട്ട് വരുന്നുണ്ടാകുന്നത്. മാത്രമല്ല ജാർഖണ്ഡിൽ അങ്ങനെ ആരും ഒരു 5 വർഷമൊന്നും പൂർത്തീകരിക്കുന്ന ഗവർണർമാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കിയ ഏക ഗവർണറും ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ഗവർണർ സ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ആലോചിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, എവിടുത്തെ ഗവർണറായിരുന്നു? ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. അതും 2015 മുതൽ 2021 വരെ ഗവർണറായിരുന്നു. 9ാമത്തെ ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു ഗോത്രവർഗ വനിത ഗവർണർ ആകുന്നതും. അതോടൊപ്പം തന്നെ 5 വർഷം പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ, ഇവിടുത്തെ ജാർഖണ്ഡ് എടുത്തു പഠിച്ചു, ജാർഖണ്ഡിലെ ഏക ഗവർണറും ദ്രൗപദി മുർമു ആയിരുന്നു. ഇനി രാഷ്ട്രപതി സ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും ആലോചിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗോത്രവർഗ രാഷ്ട്രപതിമാരായിരുന്നു ദ്രൗപദി മുർമു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയും ദ്രൗപദി മുർമു ആയിരുന്നു. ഇന്ത്യയിലെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിമാരായിരുന്നു ദ്രൗപദി മുർമു ആയിരുന്നു. അപ്പോൾ ആരായിരുന്നു ആദ്യത്തെ രാഷ്ട്രപതി, വനിതാ രാഷ്ട്രപതി? പ്രതിഭാ പാട്ടീൽ. അപ്പോൾ പ്രതിഭാ പാട്ടീലിന് ശേഷം 2ാമത്തെ വനിതാ രാഷ്ട്രപതിയും ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയും, അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയും ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും ആരായിരുന്നു? ദ്രൗപദി മുർമു. രാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കുമ്പോഴത്തേക്കും ദ്രൗപദി മുർമു പറ്റി പഠിക്കുന്ന 4 മെയിൻ പോയിന്റ്സ്, ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയും, പിന്നെന്തായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയും, പിന്നെ രാഷ്ട്രപദവിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ദ്രൗപദി മുർമു ആയിരുന്നു.
ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. NDA സ്ഥാനാർത്ഥിയായിരുന്നു. ആരെ തോൽപ്പിച്ചുകൊണ്ട്? യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് വരുന്നതും. ഏത് സമയത്തായിരുന്നു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ചുമതല എടുത്തിട്ടുണ്ടായിരുന്നത്? 2022 ജൂലൈ 25. ഓർത്തു വെച്ചു, 2022 ജൂലൈ 25 15ാമത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു ചുമതല ഏൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം രാഷ്ട്രപതിക്ക് നമുക്ക് മറ്റേ വാചകം ചൊല്ലി കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പം NV രമണയായിരുന്നു രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NV രമണ. അപ്പോൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ പഠിക്കേണ്ട പോയിന്റ്സ് 2022 തിരഞ്ഞെടുപ്പിലായിരുന്നു യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2022 ജൂലൈ 25 15ാമത്തെ രാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ആ ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും NV രമണയായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ദ്രൗപദി മുർമുവിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലായിരുന്നു ജനനം, അതും സന്താൽ വർഗത്തിലായിരുന്നു. പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ്സ് 1997 റായ്റംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായിരുന്നു. പിന്നെ ഒഡീഷയിലെ MLA ആയിട്ടുണ്ടായിരുന്നു, മന്ത്രി ആയിട്ടുണ്ടായിരുന്നു. 4 വകുപ്പ് ഏതായിരുന്നു? വാണിജ്യവും ഗതാഗതവും ഫിഷറീസും മൃഗവിഭവ വികസന വകുപ്പുമായിരുന്നു. മാത്രമല്ല 2007 മികച്ച നിയമസഭാ അംഗത്തിനുള്ള പണ്ഡിറ്റ് നീലകണ്ഠദാസ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗവർണർ പദവി ഇരുന്നിട്ടുണ്ട്. അപ്പം അതിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ്സ് 2015 മുതൽ 2021 വരെ ആയിരുന്നു ഗവർണർ പദവിയിലുണ്ടായിരുന്നത്. എവിടുത്തെ ഗവർണറായിരുന്നു? ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. അപ്പോൾ അതിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ്സ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഗവർണറാകുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിതയും. ജാർഖണ്ഡിൽ എത്രാമത്തെ ഗവർണറായിരുന്നു? 9ാമത്തെ ഗവർണറായിരുന്നു. ആദ്യമായിട്ടാണ് 5 വർഷം പൂർത്തിയാക്കിയ ജാർഖണ്ഡിലെ ഏക ഗവർണറും ദ്രൗപദി മുർമു ആയിരുന്നു. പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും ഓർക്കേണ്ട മെയിൻ പോയിന്റ്സ് ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയും ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും ആരായിരുന്നു? ദ്രൗപദി മുർമു ആയിരുന്നു. പിന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് 2022 തെരഞ്ഞെടുപ്പിൽ യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2022 ജൂലൈ 25 15ാമത്തെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള NV രമണയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദ്രൗപദി മുർമുവിനെ പറ്റി പഠിക്കേണ്ടത്. ഓക്കെ.